അങ്ങനെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു അല്ലേ. എൻ്റെ ഒരു ചേട്ടൻ്റെ മോളുണ്ടായിരുന്നു, അത് അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കുട്ടി. അപ്പോൾ 10ലായിരുന്നു, ഫുൾ A+ ഒക്കെ ഉണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഞാനായിരുന്നു ട്യൂഷനും മറ്റുമായിട്ട് പോയത്. അപ്പം പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം നമ്മൾ ട്യൂഷൻ ഫീൽഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തായാലും നല്ല വിജയം ഉണ്ടായി. സന്തോഷം, ഒരുപാട് സന്തോഷം. ഇപ്പം ഇന്നത്തെ കാലത്ത് ഫുൾ A+ എന്ന് പറയുന്നത് ഒരു അത്ഭുതമൊന്നും ആയിട്ട് ആർക്കും തോന്നാറില്ല. പണ്ട് ഈ റാങ്ക് പറയുന്നത് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. മിക്കവാറും എല്ലാവർക്കും ഫുൾ A+ ആണ് എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ട്യൂഷൻ സെൻ്ററിലൊരു കൊച്ച്, അതിന് 9 A+ കിട്ടി, ഒരു Aയുമാണ്. ആ കൊച്ചിന് ഭയങ്കര സംശയമായിരുന്നു, എനിക്കാണോ, എനിക്കെങ്ങനെ ഇത് ഇത്രയും കിട്ടിയെന്നുള്ള സംശയമായിരുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നറിയില്ല. എന്തായാലും അതൊരു വലിയ സംശയമായിരുന്നു ആ കുട്ടിക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുമുണ്ട്. ഇത്രയധികം വിജയ ശതമാനം ഇങ്ങനെ കൂടി പിള്ളേരുടെ ഭാവി അതിനനുസരിച്ച് പുറകോട്ട് പോവുകയാണ്. ഫുൾ A+ കിട്ടാത്തവരും B ഗ്രേഡും അല്ല B+, Bയോ ഒക്കെ കിട്ടിയ ആളുകളൊക്കെ കാണും. എല്ലാം കൂടെ ചേർന്ന് വന്നുള്ളതൊക്കെ കാണും. ആരും വിഷമിക്കണ്ട. പഠിത്തം അതിൻ്റെ വിജയം മാത്രമല്ല, നമ്മുടെ ജീവിതം നന്നായിട്ട് പോകുന്നുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് പരീക്ഷയിൽ 100% മാർക്ക് മേടിച്ചു എന്നതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് പഠിക്കാൻ ഭയങ്കര കഴിവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് പല കാര്യങ്ങളിലും നമുക്കതുകൊണ്ട് നേട്ടം ഉണ്ടാകും. പക്ഷേ ജീവിതത്തിൽ അതുകൊണ്ട് നേട്ടം ഉണ്ടാകണമെന്നില്ല. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് നേരെ PSC, എനിക്കിനി ഒന്നും പഠിക്കാനൊന്നുമില്ല, എനിക്ക് അതിനുള്ള കഴിവൊന്നും അത്ര ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഉള്ള കാര്യമാണിത് പറയുന്നത് കേട്ടോ. ഒരു ചേട്ടൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് PSCയുടെ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അത് പഠിച്ച് ഒരു ജോലിയായി. അയാളെ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്താണ്, അത് കഴിയുമ്പോൾ അങ്ങേർക്ക് പഠിക്കാം, +2ൻ്റെ പഠിക്കാം അല്ലേ. +2 പഠിച്ചു കഴിഞ്ഞാൽ ആ കിട്ടിയ ജോലിയിൽ നിന്ന് ഉയരത്തിലേക്ക് കയറാം. പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ പല ഇതിലും കയറിപ്പോകാവുന്നേ ഉള്ളൂ. പിന്നെ ഡിഗ്രി ചെയ്യാം, PG ചെയ്യാം, അങ്ങനെ മുന്നോട്ട് പോകാം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ അനിയൻ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ്സുകാരനാണ്. അതായത് ഈ ഗ്രേഡിങ്ങും ഈ മറ്റുമൊക്കെ വരുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്തെ ഫസ്റ്റ് ക്ലാസ്സുകാരനാണ്. ഒറ്റ കണ്ടീഷനായിരുന്നു, സൈക്കിൾ വാങ്ങിച്ചു കൊടുത്താൽ ഫസ്റ്റ് ക്ലാസ് മേടിക്കുക, ഇല്ലെങ്കിൽ ഇല്ല. വാങ്ങിച്ചു കൊടുത്ത് എപ്പോഴും ആ ചെറുക്കൻ പഠിക്കുന്നതെന്നറിയില്ല, എന്തായാലും ഫസ്റ്റ് ക്ലാസ് മേടിച്ച് അതിന് 1-2 മാർക്ക് കണ്ട് കൂടുതൽ വാങ്ങിച്ച്. അതൊരു അത്ഭുതമായിട്ട് ഇപ്പോഴും ഉണ്ട്. കാരണം അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഇപ്പം ഭയങ്കര പഠിക്കാൻ വലിയ സംഭവം. വീട്ടിലൊന്നും പഠിക്കത്തില്ല, ഒന്നും പഠിക്കത്തില്ല. ട്യൂഷനും ഈ സ്കൂളിലുള്ള പഠിത്തം, അവിടെ ചെന്നിരുന്ന് കേൾക്കുന്നതും കാണുന്നതും അതൊക്കെയുള്ള. പിന്നെ നന്നായിട്ട് കണക്കറിയാവുന്ന ചെറുക്കനാണ്. ഞാൻ എപ്പോഴും ഓർക്കും പിന്നെ നന്നായിട്ട് കണക്കറിയാം. പക്ഷേ എന്ത് ചെയ്യും, +2 അങ്ങനെയൊക്കെ പോയി ITക്ക് പോയത്. അപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള എന്താണ്, അവൻ്റെ ഉള്ളിൽ കുഞ്ഞിലെ തൊട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ ആ ഒരു പാത, അച്ഛൻ്റെ ഒരു നല്ല പ്രായത്തിൽ അന്നത്തെ വളരെ ദൂരമാണെങ്കിലും ജിമ്മിൽ പോകുമായിരുന്നു, ടീഷർട്ടേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ കുറേ സ്റ്റൈലിഷായിട്ടുള്ള അച്ഛനായിരുന്നു. അതപ്പം വീട്ടിലും അതിൻ്റെ ഡംബിൾസും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിലെന്താണ്, എനിക്ക് സ്വന്തമായിട്ട് ജിംനേഷ്യം എന്നുള്ളതായിരുന്നു. അപ്പം പഠിത്തം അതങ്ങനെ പോകും. അവൻ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ അവനെത്തി. അത് വളരെ നല്ല കാര്യം. നമുക്ക് ഏറ്റവും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു തൊഴിൽ ആവശ്യമാണ്, അതിൽ നിന്ന് നമുക്കൊരു നല്ല വരുമാനവും ആവശ്യമാണ് അല്ലേ. ആ വരുമാനമാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ ഒരു വിവാഹം, കുടുംബം, കുട്ടികൾ അങ്ങനെ സന്തോഷമായിട്ട് പോകണം. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുക എന്നതാണ് വലിയൊരു കാര്യം അല്ലേ. നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം, അതിൽ നിന്ന് വരുമാനം എന്ന് പറയുന്നത് വലിയ കാര്യം. കാരണം നമ്മളിപ്പോൾ ഒരു സർക്കാർ സ്ഥാപനത്തിലോ മറ്റൊരു സ്ഥാപനത്തിലോ പോയി ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു
ഒരു യജമാനൻ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥൻ അല്ലേ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനുണ്ട്, MD ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു ശക്തിയുണ്ട്. പക്ഷെ സ്വന്തം സ്ഥാപനമാകുമ്പോൾ നമ്മളുടെ ഇഷ്ടമാണ്, അല്ല, നമ്മളെ ആരും ചോദ്യം ചെയ്യാനില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴെന്താണ്, അങ്ങനെയൊക്കെ ഒരു സ്വന്തം സ്ഥാപനം ഇട്ട് അതിൽ വിജയിക്കുക വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കഴിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഞാനൊക്കെ അവളുടെ പേപ്പറൊക്കെ വെച്ചിട്ട് സ്റ്റാറ്റസിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയനിട്ടത് എന്താണെന്നറിയാമോ, ഈ ഫുൾ A+ വാങ്ങിക്കാത്തവരോട് നമ്മൾ അതിലോർത്ത് വിഷമിക്കണ്ട, നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ പിന്തുടരുക, അതിലൂടെ വിജയം കൈവരിക്കുക എന്നായിരുന്നു അവനിട്ടിരുന്ന സ്റ്റാറ്റസ്. അത് ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്യുകയും ചെയ്തു. കറക്റ്റാണ്. കാരണം പലരും നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറേ നാളിന് മുമ്പ് ഒരു കഷായത്തിൻ്റെ കേസ് വന്നത് ഓർമ്മയുണ്ടല്ലോ. ഒരു പെൺകുട്ടി താൻ ഇഷ്ടപ്പെട്ട പയ്യന് വിഷം എന്തോ ചേർത്തിട്ട് കൊടുത്തു, ആ പയ്യൻ മരിച്ചുപോയി. അപ്പോൾ ആ പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ആ പഠിത്തം എന്നതുകൊണ്ട് വല്ല പ്രയോജനം ആ കുട്ടിക്ക് സ്വന്തം ജീവിതത്തിലുണ്ടായോ? അത്ര നല്ല പഠിക്കുന്ന ആൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായി? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും എവിടെയൊക്കെയോ അവരുടെ മനസ്സ് വഴിതെറ്റിപ്പോയതിൻ്റെയാണ് ആ കാണിച്ച കാട്ടായങ്ങളെല്ലാം, അല്ലേ? അപ്പോൾ തോൽവി വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന ഒന്നാണ്. അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ വിഷമിക്കൊന്നും വേണ്ട. ചില കുട്ടികൾ പതുക്കെ പഠിച്ചു തുടങ്ങുള്ളൂ. എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്താ പറയുക, ആവറേജ് ആ ഒരു ടൈപ്പിൽ പഠിക്കുന്നതായിരുന്നു. പിന്നീട് നമ്മൾ എന്താണ്, ഓരോ ക്ലാസ്സും കഴിയുന്തോറും കുറച്ചുകൂടി പഠിക്കാനും മെച്ചപ്പെട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ആരും വിഷമിക്കണ്ട. നിങ്ങൾക്കിനി അടുത്ത +1 വരുന്നുണ്ട്, +2 ഉണ്ട്, ഡിഗ്രിയാണോ, നിങ്ങൾ വേറെ മറ്റെന്തെങ്കിലും കോഴ്സാണോ, ഇതൊക്കെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാം. ഇനി അങ്ങോട്ട് ഉയർന്ന് വേണം പഠിക്കാൻ, താഴേക്ക് പോകരുത് എന്ന മനസ്സോടുകൂടി പഠിക്കുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞ് കൂട്ടുകാരികൾക്ക് മാർക്ക് കൂടുതലാണെങ്കിൽ അതൊരു വാശിയായി കാണണം. എനിക്കിപ്പോൾ കുറഞ്ഞെങ്കിൽ നാളെ ഞാൻ കൂടുതൽ മാർക്ക് മേടിക്കും എന്ന വാശിയോടുകൂടി തന്നെ മനസ്സിലിരുത്തി ഇത് വയ്ക്കുക, എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കണം. അങ്ങനെ മനസ്സിരുത്തി പഠിക്കുക കൂടി ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒപ്പം വിദ്യാദേവത കൂടെ വരും. അതുകൊണ്ട് ആരും വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. എന്തായാലും നമുക്കുള്ളത് അടുത്ത പരീക്ഷയിൽ നമ്മളത് ശരിയാക്കിയെടുക്കണം. ഓക്കെ.